ജയ്സറാം പുണ്യാത്മാക്കളെ സാദര പ്രണാമം. ഇന്ന് 1201 കർക്കിടകം 16 2026 ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ച. ഇന്ന് 539 വരികളാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രധാന ഭാഗങ്ങൾ: ക്രിയാമാർഗോപദേശം, ഹനുമൽ സുഗ്രീവ സംവാദം, ശ്രീരാമൻ്റെ വിരഹതാപം, ലക്ഷ്മണൻ്റെ പുറപ്പാട്, സുഗ്രീവൻ ശ്രീരാമൻ്റെ സന്നിധിയിൽ, സീതാന്വേഷണ ഉദ്യോഗം. ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പാഠ്യഭാഗങ്ങൾ. നാം കണ്ടു, കഴിഞ്ഞ ദിവസം ശ്രീരാമനോട് ലക്ഷ്മണൻ പൂജാവിധികളെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ മറുപടിയായിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, കേൾക്ക നീയെങ്കിൽ മൽ പൂജാവിധാനത്തിന് ഓർക്കിൽ അവസാനമില്ലെന്നറിയുക. എന്നെ പൂജിക്കുന്നതിന് അഥവാ എൻ്റെ പൂജാക്രമങ്ങൾക്ക് യാതൊരു അവസാനവുമില്ല എന്ന് അല്ലയോ ലക്ഷ്മണ നീ മനസ്സിലാക്കിയാലും എങ്കിലും നിന്നോട് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ പൂജാവിധികളെക്കുറിച്ച് പറയുകയാണ്. ചുരുക്കി പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഉപനയനാദി കർമ്മങ്ങൾ കൊണ്ട്, അതായത് ദ്വിജത്വമുണ്ടായി വന്നാൽ, മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ട് സാദരം ആചാരപൂർവം ആരാധിക്കാമെടോ എന്ന് തുടങ്ങുന്നിടത്താണ് പൂജാവിധികളെക്കുറിച്ച് പറയുന്നത്. അതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഉപനയനാദി കർമ്മങ്ങൾ കൊണ്ട് ബ്രാഹ്മണത്വം സിദ്ധിച്ചാൽ, ദ്വിജത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2-ാം ജന്മം അഥവാ ബ്രാഹ്മണത്വം എന്നാണ്. ബ്രാഹ്മണത്വം എന്നാൽ കേവലം ഒരു ജാതി എന്നുള്ള രീതിയല്ല, ബ്രഹ്മത്തെ ആചരിക്കാൻ കഴിവുള്ളവൻ അഥവാ ബ്രഹ്മത്തെ ആചരിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടവൻ, അതിന് യോഗ്യതപ്പെട്ടവൻ എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്രകാരം ബ്രാഹ്മണത്വം സിദ്ധിച്ചു കഴിഞ്ഞാൽ അവർ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട് അഥവാ പൂജിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരികളായിട്ട് തീരും എന്നാണ് ശ്രീരാമൻ ആദ്യമേ പറയുന്നത്. പിന്നീട് ഗുരുമുഖത്ത് നിന്ന് മന്ത്രം ഗ്രഹിക്കണം. ആചാര്യനോട് മന്ത്രം കേട്ട് സാധനം ആചാരപൂർവ്വം ആരാധിക്കാം. ഗുരുവിൽ നിന്ന് മന്ത്രത്തെ സ്വീകരിച്ചിട്ട് ആചാരത്തോടു കൂടിയിട്ട് എന്നെ ആരാധിക്കാൻ സാധിക്കുന്നു. ഗുരുമുഖത്ത് നിന്ന് മന്ത്രം ഗ്രഹിച്ച് അവരവരുടെ വിധി അനുസരിച്ച്, അവരവർക്ക് എങ്ങനെയാണോ ഗുരു നൽകിയിരിക്കുന്ന മന്ത്രം, ആ മന്ത്രം അനുസരിച്ച് അവർക്ക് എന്നെ പൂജിക്കാൻ വേണ്ടി സാധിക്കും. ആരാധനാമൂർത്തിയെ മനസ്സിലോ അഗ്നിയിലോ ജലത്തിലോ സൂര്യനിലോ അഥവാ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള പ്രതിമകളിലോ അഥവാ വിഗ്രഹങ്ങളിലോ മെഴുകിയ തറയിലോ കൽപ്പിക്കാം. ഇങ്ങനെയാണ് ശ്രീരാമൻ പറയുന്നത്. ശ്രദ്ധിക്കുക, മനസ്സിൽ, അതുപോലെ അഗ്നിയിൽ, ജലത്തിൽ, സൂര്യനിൽ, ശ്രേഷ്ഠമായിട്ടുള്ള വിഗ്രഹങ്ങൾ അഥവാ പ്രതിമകളിൽ, അതുമല്ലെങ്കിൽ മെഴുകിയ തറയിൽ എന്നീ സ്ഥലങ്ങളിലെല്ലാം തന്നെ എന്നെ ആരാധിക്കാവുന്നതാണ്. പിന്നീട് പറയുന്നു, നല്ല സാളഗ്രാമമുണ്ടെങ്കിൽ പുനരുത്തമം. സാളഗ്രാമമുണ്ട് എങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നു. ദേഹശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. മണ്ണ് അല്ലെങ്കിൽ അതായത് പുറ്റുമണ്ണോ പറയപ്പെട്ട വസ്തുക്കളോ കൊണ്ട് ദേഹത്ത് തേച്ച് കുളിക്കണം. അതിന് മൃലേപനാദി വിധി വഴി കാലയെ കുളിക്കുക വേണം. ദേഹശുദ്ധയെ മൂലമറിഞ്ഞ് സന്ധ്യാവന്തനാദിയ നിത്യകർമ്മം ചെയ്ത് മൂലമന്ത്രം കൊണ്ട് സന്ധ്യാവന്തനാദികൾ ചെയ്യണം. അതുപോലെ സന്ധ്യാവന്തനാൾ ചെയ്യണം, മൂലമന്ത്രം ജപിക്കണം, നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പിന്നെ പൂജയ്ക്കിരുന്ന് കഴിഞ്ഞാൽ ആചാര്യനായത് ഞാനെന്ന് സങ്കല്പിച്ച്, ആചാര്യൻ ഭഗവാൻ തന്നെയാണ് സങ്കല്പിച്ചിട്ട് പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി, എല്ലാ ദിവസവും ഭക്തിയോടുകൂടി പൂജിക്കുക. സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. വിഗ്രഹത്തെ അഥവാ ശിലയെ കുളിപ്പിക്കണം അഥവാ അഭിഷേകം ചെയ്യണം, അത് തുടച്ച് വൃത്തിയാക്കണം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചാൽ അവന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്ന് നീ മനസ്സിലാക്കുക. മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെന്ന് എനിക്കറിയാം. മുഖ്യ വിഗ്രഹങ്ങളിലൊക്കെ അലങ്കാരങ്ങൾ ഉണ്ടാവുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്ന് നീ മനസ്സിലാക്കുക. അഗ്നൗ യജിക്ക് ഹവിസ് കൊണ്ട്, അഗ്നിയിലാണ് പൂജിക്കുന്നതെങ്കിൽ ഹവിസ് കൊണ്ട് ഹവിസ് അർപ്പിക്കണം. അർക്കനെ തണ്ടിലെത്തിങ്കൽ, സൂര്യനെയാണ് പൂജിക്കുന്നത് എങ്കിൽ മെഴുകിയ തറയിൽ പൂജിക്കണം. അതിന്റെ വിധി പറയുന്നു, മുമ്പിലെ സർവ്വപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. പൂജയ്ക്ക് മുമ്പ് തന്നെ പൂജയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ ആദ്യമേ തന്നെ സംഭരിച്ചു വെക്കണം. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ശ്രദ്ധയോടുകൂടിയിട്ട് അല്പം ജലമാണ് നൽകുന്നതെങ്കിൽ പോലും അത് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സാധനമാണ്, അത് ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും ശ്രദ്ധയുണ്ടെങ്കിൽ എന്ന് രാമൻ പറയുന്നു. ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ? ഗന്ധപുഷ്പാക്ഷതങ്ങളും ഭക്ഷ്യഭോജ്യങ്ങളും ഒക്കെ പിന്നെ പറയേണ്ടതുണ്ടോ? അതായത് ശ്രദ്ധയോടു കൂടിയിട്ട് അല്പം ജലമാണ് ഒരു ഭക്തൻ നൽകുന്നത് എങ്കിൽ അതുപോലും ഞാൻ സ്വീകരിക്കുമെന്നിരിക്കെ
അതിൻ്റെ കൂടെ ഗന്ധപുഷ്പാക്ഷതങ്ങളൊക്കെ ഭക്ഷ്യഭോജ്യങ്ങളൊക്കെ നിവേദ്യങ്ങളൊക്കെ നൽകുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നു. വസ്ത്രാജിന കുശാദ്യങ്ങളാൽ ആസനം ഉത്തമമായത് കൽപ്പിച്ചു കൊള്ളണം. വസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ ദർഭപ്പുല്ല് കൊണ്ടോ മാൻതോല് കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്ന നല്ല ഉത്തമമായിരിക്കുന്ന ഒരു ആസനം, ഇരിപ്പിടം പൂജയ്ക്കുണ്ടായിരിക്കണം. ദേവസ്യ സമുഖേ ശാന്തനായി ചെന്നിരുന്ന് ഭഗവാന്റെ മുമ്പിൽ ശാന്തതയോടുകൂടി ഇരുന്നിട്ട് ആവിർമുത ലിപിന്യാസം കഴിക്കണം. ചെയ്യുക തത്വന്യാസവും, അതായത് കേശവാധ്യന തത്വന്യാസം, മന്ത്രോച്ചാരണത്തിന് ദേവതയ്ക്ക് അംഗങ്ങൾ കൽപ്പിക്കുന്ന, ദേവന്റെ അവയവങ്ങളിൽ അംഗങ്ങൾ കൽപ്പിക്കുന്ന താന്ത്രികമായിട്ടുള്ള ക്രിയാപദ്ധതികളാണ്. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. ലിപിന്യാസം കഴിക്കണം, തത്വന്യാസം ചെയ്യണം, കേശവാധ്യന ചെയ്യുക, മമ്മമൂർത്തി പഞ്ചരന്യാസം, മന്ത്രന്യാസം ചെയ്യണം. ഇങ്ങനെയുള്ള ന്യാസങ്ങൾ അത് തന്ത്രവിധി അനുസരിച്ച് പൂജാവിധാനത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിയകളാണ്. ആ ന്യാസങ്ങളൊക്കെ ചെയ്ത് സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വെച്ച് ഇടതുഭാഗത്ത് കലശം വെക്കണം. ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം, വലതുഭാഗത്ത് കുസുമം പുഷ്പങ്ങളൊക്കെ വലതുഭാഗത്ത് വെക്കണം, ഇടതുഭാഗത്ത് ജലം അഥവാ കലശം വെക്കണം. അക്ഷതം തുടങ്ങിയിട്ടുള്ളതും അക്ഷതവും അതുപോലെ പുഷ്പങ്ങളും ഒക്കെ വലതുഭാഗത്ത് വെക്കണം. അർഘ്യ പാദ്യ പ്രധാനാർത്ഥമായും മധുപർക്കാർത്ഥം ആചമനാർത്ഥം എന്നിങ്ങനെ പാത്ര ചതുഷ്ടയം വെക്കണം. 4 പാത്രങ്ങൾ. പാത്ര ചതുഷ്ടയം എന്ന് പറയുന്നത് അർഘ്യം എന്നാൽ പൂജയ്ക്കുള്ള ജലം, പാദ്യം എന്നാൽ പാദം കഴുകാനുള്ള ജലം, മധുപർക്കം എന്ന് പറഞ്ഞാൽ അത് ഒരു പാനീയം, തൈര്, നെയ്യ്, ജലം തുടങ്ങിയിട്ടുള്ളതൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു നിവേദ്യ പാനീയമാണ്. ആ പാനീയത്തിനുള്ള പാത്രം, അതുപോലെ ആചമനം കുടിക്കാനുള്ള ജലം. ഇങ്ങനെ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാത്ര ചതുഷ്ടയങ്ങൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കണം. പേർത്ത് മറ്റൊന്നും നിരൂപണം കൂടാതെ, എന്നിട്ട് മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ മൽ കലാം ജീവസജ്ഞാം തടിദ്വജ്വലാം ഹൃൽ കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. എൻ്റെ കലയാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഹൃൽ കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. മനസ്സിൽ അത് ദൃഢമായിട്ട് ധ്യാനിക്കണം. പിന്നെ സ്വദേഹമഖിലം തയാ വ്യാപ്തമെന്നുറയ്ക്കണം ഇളക്കവും കൂടാതെ. എന്നിട്ട് ഈ പ്രകൃതിയിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ ചൈതന്യം എൻ്റെ ഉള്ളിൽ വ്യാപിക്കുന്നുവെന്ന് പൂജകൻ തീർച്ചപ്പെടുത്തണം, അത് ഉറപ്പിക്കണം. ആവാഹേൽ പ്രതിമാദിഷു മൽക്കലാം. എന്നിട്ട് ആ കലയെ, ആ ജീവകലയെ, ആ പ്രപഞ്ചകലയെ, ആ ദേവന്റെ കലയെ പ്രതിമയിൽ ഏതാണോ മുമ്പിലിരിക്കുന്ന പൂജാ ഉപാധി അതിലേക്ക് ആവാഹിക്കണം. എന്നിട്ട് ദേവസ്വരൂപമായി ധ്യാനിക്കുക. കേവലം അതിനെ ദേവസ്വരൂപമായിട്ട് മനസ്സിലാക്കുക. പാദ്യവും അർഘ്യം തഥാ മധുപർക്കം ഇത്യാദി പുനഃസ്നാന വസ്ത്രവിഭൂഷണൈ. എത്രയുണ്ടുള്ളത് ഉപചാരമെന്നാൽ അത് എത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. പാദ്യം, അർഘ്യം, അതുപോലെ മധുപർക്കം, സ്നാനം, വസ്ത്രം, വിഭൂഷണം, ഇങ്ങനെ അലങ്കാരം, ഇങ്ങനെയുള്ളത് എത്രത്തോളം കൂടിയാലും അത് എനിക്ക് സന്തോഷം നൽകുന്നതാണ്, അതിന് കുറവ് വരുത്തേണ്ടതില്ല എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നു, ആഗമോക്ത പ്രകാരേണ നീരാജ നൈർ ധൂപ ദീപൈർ നിവൈദ്യർ ബഹുവിസ്തരൈ. ശാസ്ത്രമനുസരിച്ച് ധൂപദീപ നിവേദ്യങ്ങൾ കൊണ്ട് ഭക്തിയോടുകൂടി എന്നെ പൂജിക്കേണ്ടതുണ്ട്. നിത്യം ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചു കൊള്ളുകിൽ, എല്ലാ ദിവസവും ശ്രദ്ധയോടുകൂടി അർച്ചിക്കുകയാണ് എങ്കിൽ ഞാനും ഭുജിക്കും അറിയുക നീ. ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുമെന്ന് നീ മനസ്സിലാക്കണം. അവിടെയൊക്കെ പറയുന്നത് ശ്രദ്ധയോടുകൂടി എന്നൊരു പദം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് പറയുന്നു, ഹോമം അഗസ്ത്യോക്ത മാർഗകുണ്ഠാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയേ. ഇനി ഹോമക്രമത്തെ പറ്റി ഞാൻ പറയാം. അഗസ്ത്യ മഹർഷിയാൽ വിധിക്കപ്പെട്ട പ്രകാരം ഒരു ഹോമകുണ്ഡം തീർത്ത് അഗ്നി ജ്വലിപ്പിച്ച് മൂലമന്ത്രമോ പുരുഷസൂക്തമോ കൊണ്ട്, അതാണ് പറയുന്നത്, ഹോമം ഭക്തിയാ പുരുഷസൂക്തം കൊണ്ട് മാമിടോ, മൂലമന്ത്രം കൊണ്ട് ചെയ്യാമതെന്നിയെ ഭക്തിയാ പുരുഷസൂക്തം കൊണ്ട് മാമിടോ ചിത്തതാരിങ്കൽ നിനയ്ക്കാ കുമാര. ആ ഹോമം ചെയ്യുമ്പോൾ അഗസ്ത്യ മഹർഷിയാൽ വിധിക്കപ്പെട്ട പ്രകാരം ഒരു ഹോമകുണ്ഡം നിർമ്മിക്കണം. അതിൽ അഗ്നി ജ്വലിപ്പിച്ച് മൂലമന്ത്രമോ പുരുഷസൂക്തമോ ഉച്ചരിച്ചുകൊണ്ട് ആഹൂതി ചെയ്യണം. അതുപോലെ ഹോമത്തിനുണ്ടാക്കിയ അന്നമോ പൊടിച്ച മാവ് കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളോ ഒക്കെ ഹോമകുണ്ഡത്തിൽ ആഹൂതി ചെയ്യണം. എന്നിട്ട് പാർശ്വവർത്തികളായിരിക്കുന്ന ദേവന്മാർക്ക് ബലി നൽകി മന്ത്രമുച്ചരിച്ച് അഗ്നിയിൽ ചുട്ടുപഴിപ്പിച്ച സ്വർണം പോലെ സ്ഥിതി ചെയ്യുന്ന വിധാനത്തിൽ എൻ്റെ രൂപത്തെ കാണണം, എന്നെ ധ്യാനിക്കണം. അഗ്നിയുടെ മധ്യത്തിൽ ആ ചുട്ടു പഴുത്തു നിൽക്കുന്ന ഒരു സ്വർണത്തിന്റെ നിറത്തോടു കൂടിയിട്ടുള്ള ദേവനെ അഗ്നിയുടെ മധ്യഭാഗത്ത് കണ്ടുകൊണ്ട് ധ്യാനിക്കണം. ഹോമം അവസാനിപ്പിച്ച ശേഷം എൻ്റെ നാമോച്ചരണത്തോടു കൂടിയിട്ട് ധ്യാനത്തോടു കൂടിയിട്ടൊക്കെ എൻ്റെ മുഖ സുഗന്ധത്തിന് വേണ്ടിയിട്ടുള്ള താമ്പൂലം തുടങ്ങിയിട്ടുള്ളവ ചർവാണത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കണം. അതെല്ലാം എൻ്റെ മുമ്പിൽ വെച്ചതിന് ശേഷം പാടുക, ആടുക, സ്തുതിക്കുക, ഇതൊക്കെ തീർച്ചയായിട്ടും വേണ്ടതുണ്ട് എന്ന് പറയുന്നു.
നൃത്തഗീതി സ്തുതി പാടാദിയും ചെയ്ത് പാദാംബുജയ നമസ്കാരവും ചെയ്ത് ഇത്രയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ മുമ്പിൽ നൃത്തം, ഗീതം, അതുപോലെ തന്നെ സ്തുതി പാടാദികൾ പാടുക, ആടുക, സ്തുതിക്കുക എന്നീ പ്രകാരത്തിലുള്ളതെല്ലാം തന്നെ സമർപ്പിച്ചുകൊണ്ട്, എന്നീ ഉപചാരങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കാൽക്കൽ വീണ് നമസ്കരിക്കണം. വീണ്ടും എന്നെ ധ്യാനിച്ച് പ്രസാദം വാങ്ങി ശിരസിൽ ധരിച്ചിട്ട് ഭഗവാനെ ഘോരമായ ഈ സംസാരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഉത്തമാംഗേ നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാതിഥി മുഹുരുത്വ നമസ്കാരവും ചെയ്ത് അനന്തരം ഉദ്വസിപ്പിച്ച് പ്രത്യങ്മഹസിംഗലിദ്ധം ദിനമന പൂജിക്ക മഹാസഖ. ഇങ്ങനെ നിത്യവും എന്നെ പൂജിക്കേണ്ടതാണ് എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു. എന്നിട്ട് അവസാനം പറയുകയാണ്, ഭക്തി സംയുക്തനായുള്ള മർത്യൻ, ഭക്തനായുള്ള ഒരുവൻ ഈ ക്രിയായോഗം മുടങ്ങാതെ അനുഷ്ഠിച്ചാൽ, ഈ ക്രിയായോഗത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഭക്തനായിട്ടുള്ള ഒരാള് ഈ ക്രിയായോഗത്തിൽ പറഞ്ഞ രീതിയിൽ എന്നെ നിത്യം പൂജിക്കുകയാണ് എങ്കിൽ അവന് സാരൂപ്യവും വരും. ഐഹിക സൗഖ്യങ്ങൾ എന്ത് ചൊല്ലണമോ, ഐഹിക സൗഖ്യങ്ങളുടെ കഥ പറയേണ്ടതില്ല, സാരൂപ്യം വന്നു ചേരും എന്നുള്ളതിനൊന്നും യാതൊരു തർക്കവുമില്ല. ഈ ക്രിയാമാർഗത്തെ ഭക്തിയോടുകൂടി പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് നിത്യപൂജാഫലം ലഭിക്കുമെന്ന് പറയുന്നു. ഈ ഭക്തിയ ഇത്തമയോക്തം ക്രിയായോഗമുത്തമം, എന്നാൽ പറയപ്പെട്ട ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ക്രിയായോഗം ഉത്തമമാണ്. ഭക്തിയ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലോ നിത്യ പൂജാഫലമുണ്ട്. എല്ലാ ദിവസവും പൂജ ചെയ്യുന്നതിന് ഫലം തന്നെയാണ്, പൂജ ചെയ്യുന്നതിന്റെ ഫലം തന്നെയാണ് ഈ ക്രിയായോഗം എല്ലാ ദിവസവും പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും സംഭവിക്കുന്നത്. അപ്രകാരം ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോട്, അനന്തന്റെ അംശത്തിൽ ജനിച്ച ലക്ഷ്മണനോട് ശ്രീരാമൻ ഇപ്രകാരമെല്ലാം പറഞ്ഞതിന് ശേഷം, ഹാ ജനകാത്മജേ സീതേ മനോഹരേ, ഹാ ജനമോഹിനി നാഥേ മമ പ്രിയേ, ഏവമാതി പ്രലാപം ചെയ്ത് നിദ്രയും ദേവദേവന് വരാതെ ചമഞ്ഞത് സൗമിത്രിതനുടെ വാക്യാമൃതം കൊണ്ട് സൗമുഖ്യമോടും മരുവും ചില നേരം. ഇപ്രകാരമെല്ലാം ലക്ഷ്മണനെ ഉപദേശിച്ചതിന് ശേഷം ശ്രീരാമൻ വീണ്ടും സീതാദേവിയെ ചിന്തിച്ചുകൊണ്ട് കരയുകയാണ്. അല്ലയോ ജനകാത്മജേ സീതയെ മനോഹരേ, നീ എവിടെയാണ് തുടങ്ങിയിട്ട് കരയുമ്പോൾ ലക്ഷ്മണൻ ശ്രീരാമനെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ അല്പസമയത്തേക്ക് ശ്രീരാമൻ ദുഃഖ നിവൃത്തി ഒഴിവാകുന്നു, അല്ലെങ്കിൽ ദുഃഖം ഒഴിവാകുന്ന സമാധാനം ഉണ്ടാകുന്നു. എന്നാൽ അല്പസമയം കഴിയുമ്പോൾ വീണ്ടും ദുഃഖിതനായിട്ട് തന്നെ ശ്രീരാമൻ കഴിഞ്ഞു വരുന്നു. പിന്നീട് ഹനുമൽ സുഗ്രീവ സംവാദം, പിന്നീട് നമ്മുടെ ശ്രദ്ധേയ രാമായണം കൊണ്ടുപോകുന്നത് കിഷ്കിന്ധയിലേക്കാണ്. കിഷ്കിന്ധാപുരത്തിൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജൻ. അവിടെ കിഷ്കിന്ധയിൽ നമുക്കറിയാം ബാലിയുടെ വധത്തിന് ശേഷം കിഷ്കിന്ധ നഗരത്തിന്റെ, കിഷ്കിന്ധ രാജ്യത്തിന്റെ രാജാവായിട്ട് സുഗ്രീവൻ വാഴുകയാണ്. മന്ത്രിയായിട്ട് നമുക്കറിയാം ഹനുമാൻ സ്വാമിയുണ്ട്. പഞ്ചവാനരന്മാരിൽ അല്ലെങ്കിൽ 4 മന്ത്രിമാരിൽ ഒരാളായിട്ട് ഹനുമാൻ സ്വാമി ശ്രേഷ്ഠനായിട്ട് കൂടെയുണ്ട്. അങ്ങനെ കിഷ്കിന്ധാപുരത്തിൽ വാഴുന്ന സുഗ്രീവനോട്, കിഷ്കിന്ധാപുരത്തിൽ സുഖത്തോടു കൂടിയിരിക്കുന്ന സുഗ്രീവനോട് ഹനുമാൻ സ്വാമി ഒരിക്കൽ പറയുകയാണ്, കേൾക്ക കവീന്ദ്ര, നിനക്ക് ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നു. നിനക്ക് ഹിതങ്ങളാവുന്ന കാര്യം ഞാൻ പറയട്ടെ. നിന്നുടെ കാര്യം വരുത്തി രഘൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ, പിന്നെ നീയോ നിരൂപിച്ചീൽ അത് ഏതുമെന്ന് എന്നുടെ മനസ്സേ തോന്നുന്നിതന്നഹോ. നിന്റെ കാര്യമൊക്കെ ശ്രീരാമൻ സത്യപരാക്രമനായിട്ടുള്ള, സത്യം പാലിക്കുന്നവനായിട്ടുള്ള ശ്രീരാമൻ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തന്നു. നിനക്കിപ്പോൾ രാജ്യം ലഭിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു നീ ശ്രീരാമന്റെ കാര്യം മറന്നുപോയോ എന്ന് എൻ്റെ മനസ്സിലൊരു സംശയം തോന്നുകയാണ്. ബാലി മഹാബലവാൻ, കവിപുങ്കവൻ, ത്രൈലോക്യ സമ്മതൻ, ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു. അതായത് ബാലി നിന്റെ കാരണം കൊണ്ട് മരിച്ചു. നിന്റെ കാരണം കൊണ്ട് മരിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ശ്രീരാമനാൽ ബാലിയെ വധിച്ചു. രാജ്യാഭിഷേകം ചെയ്തു, മഹാജന പൂജനായി നീ ഇപ്പോൾ താരയായിട്ട് ഇരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ രാജാവായിട്ട് നീ ഇരിക്കുന്നു. എത്ര നാളുണ്ട് ഇരിപ്പ് ഇങ്ങനെയെന്നും ചിത്തത്തിലുണ്ട് തോന്നുന്നു ധരിക്കുക നീ. എത്ര കാലം നീ ഇങ്ങനെ ജീവിക്കുമെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു സംശയം തോന്നുകയാണ്. ആദ്യവാ ശ്വവ പരശ്വധവ തവ മൃത്യു ഭവിക്കും, അതിനില്ല സംശയം. ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് നിന്റെ മരണം സംഭവിക്കും എന്ന് എനിക്ക് തോന്നുകയാണ്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കുന്ന മനുഷ്യൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോലും അയാൾ ചത്തതിന് തുല്യമായിരിക്കും എന്ന് ഹനുമാൻ സ്വാമി സുഗ്രീവനോട്, മന്ത്രിയായ ഹനുമാൻ സ്വാമി രാജാവായ സുഗ്രീവനോട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ആ പർവ്വതത്തിന്റെ മുകളിൽ തൻ്റെ സഹോദരനോട് ചേർന്നുകൊണ്ട് ശ്രീരാമൻ അവിടെ വസിക്കുന്നത് നിനക്കറിയാമല്ലോ. ഇപ്പോൾ ശരത്കാലം വന്നു കഴിഞ്ഞു. അന്ന് നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ശ്രീരാമന് സീതയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേല നമ്മൾ ചെയ്യാമെന്ന് സഖ്യം ചെയ്തതാണ്. അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. എന്നിട്ട് ആ വാക്ക് നമ്മൾ പാലിച്ചിട്ടില്ല എങ്കിൽ
ബാലിയെ വധിച്ചതുപോലെ ശ്രീരാമൻ നിന്നെയും വധിക്കുമെന്ന് നീ മനസ്സിലാക്കിയാലും എന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ സുഗ്രീവന് ഭയമായി. സുഗ്രീവൻ പറയുന്നു, ഭയത്തോടുകൂടി പറയുകയാണ്, സത്യമത്രേ നീ പറഞ്ഞത് നിർണയം, നീ പറഞ്ഞ സത്യമാണ്. ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പൃഥ്വിയേശൻ ആപത്തും എത്തുകയില്ലല്ലോ. ഇപ്രകാരം പറഞ്ഞു തരുന്ന മന്ത്രിയുണ്ടെങ്കിൽ ഒരു രാജാവിന് ഒരിക്കലും ആപത്തുണ്ടാവുകയില്ല, അപകടമുണ്ടാവുകയില്ല എന്ന് പറയുന്നു. ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ രാജാവായിരിക്കുന്ന സുഗ്രീവൻ ചെയ്തത് ശരിയല്ല എന്ന് ഹനുമാൻ സ്വാമി പറഞ്ഞത് കൊണ്ടാണ് സുഗ്രീവൻ ആ വിഷയത്തെ ചിന്തിക്കുന്നത് തന്നെ. നമ്മളെല്ലാം ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോട് നമ്മളത് പറഞ്ഞാൽ അവരത് എങ്ങനെ എടുക്കും എന്ന് ചിന്തിച്ചിട്ട് പല കാര്യവും നമ്മൾ പറയാറില്ല. പക്ഷെ അങ്ങനെ പറയാതിരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പലതുമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇവിടെ സുഗ്രീവൻ രാജാവാണല്ലോ എന്നതുകൊണ്ട് മന്ത്രിയായ ഹനുമാൻ സ്വാമി അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ സുഗ്രീവൻ അത് ഓർക്കുകയുമില്ല, പിന്നീട് ഉണ്ടാകുന്ന ആപത്ത് വളരെ വലുതായിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഹനുമാൻ സ്വാമിയുടെ ഈ ഒരു സന്ദേശത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്ന് പറയുന്നത്. എന്തായാലും അത് കേട്ടിട്ട് ഹനുമാൻ സ്വാമിയുടെ ആ ഒരു കാര്യം കേട്ട സമയത്ത് ഹനുമാൻ സ്വാമി പറഞ്ഞത് കേട്ടിട്ട് സുഗ്രീവൻ 10 ദിക്കിങ്കലേക്കും സപ്തദീപസ്ഥന്മാരായ വാനരസത്തന്മാരെ വരുത്തുവാനായിട്ട്, അതായത് 10 ദിക്കിലേക്കും വിവിധ ദ്വീപുകളിലുള്ള വാനരന്മാരെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അഥവാ ഇങ്ങോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൽപ്പന പുറപ്പെടുവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 10,000 കവിവീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും 10,000 കവിവീരരെ ഈ ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വിവിധ സ്ഥലങ്ങളിലുള്ള കുരങ്ങന്മാരെ ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. ഹനുമാന്റെ വാക്കുകൾ കേട്ടിട്ടാണ് സുഗ്രീവൻ അത് ഹനുമാനോട് പറയുകയാണ്, എല്ലാ വാനരവീരരെയും എത്തിക്കുവാൻ വേണ്ടിയിട്ട് ദൂതന്മാരെ നിയോഗിക്കുക, 7 ദ്വീപുകളിലും വസിക്കുന്ന വാനരവീരന്മാരെല്ലാം ഇവിടെ എത്തിച്ചേരണം എന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. സന്ദേശപത്രം കൊടുത്തയച്ചു. 15 ദിവസത്തിനകം, അതായത് ഒരു പക്ഷത്തിനകം 15 ദിവസത്തിനകം എല്ലാവരും ഇവിടെ വന്നു ചേരണം എന്നുള്ളതാണ് കൽപ്പന. അതിനുശേഷം വരുന്നവൻ തീർച്ചയായിട്ടും വധിക്കപ്പെടുമെന്ന് രാജകൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അപ്രകാരം ഹനുമാനെ സുഗ്രീവൻ നിയോഗിക്കുന്നു. അതിനനുസരിച്ച് ഹനുമാൻ തന്റെ യജമാനന്റെ കൽപ്പനയനുസരിച്ച് വാനരന്മാരെ വരുത്തി സന്ദേശപത്രങ്ങളെല്ലാം കൊടുത്തയച്ചു. നാനാദിക്കുകളിലേക്കും അവർ വാനരന്മാരെ അല്ലെങ്കിൽ ഈ കവിവീരന്മാരെ എല്ലാം രാമകാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യാത്ര പുറപ്പെടുകയും ചെയ്തു. അപ്രകാരം കിഷ്കിന്ധയിൽ നിന്ന് വാനരന്മാരെ സന്ദേശപത്രം കൊടുത്തയച്ച സമയത്ത് ശ്രീരാമന്റെ അവസ്ഥയാണ് പിന്നീട് വർണ്ണിക്കുന്നത്. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ച് ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധവും താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ. ശ്രീരാമൻ ദുഃഖിച്ച് അവിടെ ആ പർവ്വതത്തിന്റെ മുകളിൽ വസിക്കുകയാണ്. ദുഃഖത്തോടു കൂടിയിട്ട് ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നു, പാപമയ്യോ മമ കാൺക കുമാര, ജാനകി ദേവി മരിച്ചുവോ, എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അതോ മനോദുഃഖത്തോടുകൂടി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയില്ല. ജീവിച്ചിരിക്കുന്നു എന്ന് ആരെങ്കിലും എന്നോട് പറയുകയാണ് എങ്കിൽ അവൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായിട്ട് മാറും. കാരണം അത്രയ്ക്ക് ഞാൻ ആ വാർത്ത കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മാത്രവുമല്ല, എന്നെയും കാണാഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന ഞാൻ ഇനി എന്നാണ് നിന്നെ കാണുക എന്നെല്ലാം ശ്രീരാമൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനും ആദിത്യനെ പോലെയായത് ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്ന് മന്ദം തലോടി തഥാ വന്നു തടവിയിടുക എന്നെയും. ചന്ദ്രനെ നോക്കിയിട്ട് ശ്രീരാമൻ പറയുകയാണ്, ഈ ചന്ദ്രൻ ഇപ്പോൾ സൂര്യനെ പോലെയാണ് തോന്നുന്നത്. ചന്ദ്രന്റെ ആ ഒരു തണുപ്പ് അതല്ല ഇപ്പോൾ ഉള്ളത്. ചന്ദ്രനും ഒരു സൂര്യനെ പോലെ എനിക്ക് തോന്നുന്നു, അത്രയും ഉഷ്ണം ഞാൻ അനുഭവപ്പെടുന്നു. എന്നിട്ട് ചന്ദ്രനോട് പറയുന്നു, അല്ലയോ ചന്ദ്ര, നീ ഒരു കാര്യം ചെയ്യൂ, ഈ നിന്റെ ശീതാംശുക്കൾ കൊണ്ട്, ഈ തണുപ്പ് കൊണ്ട് സീതാദേവിയെ തഴുകി വന്നിട്ട് തിരിച്ചു വന്ന് എന്നെ തഴുകൂ. അങ്ങനെയെങ്കിലും ഞാൻ സീതയുടെ സാമീപ്യം അറിയട്ടെ എന്ന് പറയുകയാണ്. സുഗ്രീവനാണെങ്കിൽ ദയാഹീനനാണ്. അവൻ എനിക്ക് തന്ന വാക്ക് മറന്നുപോയി. അവന് രാജ്യം ലഭിച്ചപ്പോൾ, അവന് ഭാര്യയെ ലഭിച്ചപ്പോൾ, അവന് വേണ്ടതൊക്കെ ലഭിച്ചപ്പോൾ അവൻ എന്നെ മറന്നുകൊണ്ട് നന്ദിയില്ലാത്തവനായിട്ട് അവൻ അവിടെ ജീവിക്കുകയാണ്. ഇപ്പോൾ ശരത്കാലം വന്നു, ഈ വർഷകാലം കഴിഞ്ഞു, എന്നിട്ടും അവൻ മുമ്പ് പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. പൂർവോപകാരിയായിരിക്കുന്ന എന്നെ അവൻ മറന്നിരിക്കുന്നു. അതുകൊണ്ട് കൃതജ്ഞന്മാരിൽ, നന്ദിയില്ലാത്തവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അവൻ. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവൻ. സ്നേഹിക്കുന്ന ആളുകളെ മറക്കുന്ന ആളുകളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ആള് അത് സുഗ്രീവൻ തന്നെ ആയിരിക്കും. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവാൻ ഞാൻ കിഷ്കിന്ധയോട് കൂടിയിട്ട് അവന്റെ ബന്ധുക്കളെല്ലാം ചേർന്നുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അവനെ വധിക്കേണ്ടി വരും. അഗ്രജമാർഗം ഗമിക്കണമെന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം. അവന്റെ ജ്യേഷ്ഠനെ കൊന്നതുപോലെ
അവൻ ജ്യേഷ്ഠന് സംഭവിച്ചതുപോലെ ഞാൻ അവനെയും വധിക്കേണ്ടതായിട്ട് വരും. ഇപ്രകാരമെല്ലാം ശ്രീരാമൻ തന്റെ ദുഃഖത്തെ പറഞ്ഞു തീർക്കുകയാണ്. ഇത് കേട്ട് സങ്കടവും ദേഷ്യവും സഹിക്കവയ്യാതെ ലക്ഷ്മണൻ വില്ലും അമ്പും എടുത്തുകൊണ്ട് രാമനോട് പറയുന്നു, വധ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊൾവൻ അദ്യ തവാന്തികം ആജ്ഞാപയാശുമാം. ആ വധിക്കപ്പെടേണ്ട സുഗ്രീവനെ ഞാൻ ഇപ്പോൾ തന്നെ തീർച്ചയായിട്ടും വധിക്കുന്നതാണ്. അങ്ങൊന്ന് കൽപ്പിച്ചാലും അങ്ങനെക്ക് അതിനുള്ള അനുജ്ഞ നൽകിയാലും എന്ന് പറയുന്നു. അത് കേട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി. അവൻ വധിക്കപ്പെടേണ്ടവനല്ല, അവൻ എൻ്റെ സുഹൃത്താണ്. കിന്തു ഭയപ്പെടുത്തിയിടുകയെന്നേ വരൂ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ, അവനെ ഒന്ന് ഭയപ്പെടുത്തൂ. ബാലിയെ പോലെ നിനക്കും വിരവോട് കാലപുരത്തിന് പോകാമറിയ നീ. ബാലിയെ പോലെ നിനക്കും കാലപുരത്തിലേക്ക് പോകാമെന്ന് നീ അവനോട് പറയണം. ഇത്തം അവനോട് ചെന്ന് ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ട് നീ വേഗേന വന്നാൽ അതിന് അനുരൂപമാം അകൂതമോർത്ത് കർത്തവ്യമനന്തരം. ഈ പ്രകാരത്തിൽ അവനോട് പറയുക, നിന്റെ ജ്യേഷ്ഠനെ വധിച്ചതുപോലെ, നിന്റെ ജ്യേഷ്ഠൻ കാലപുരിക്ക് പോയതുപോലെ നിനക്കും പോകാൻ സമയമായിരിക്കുന്നു എന്ന് നീ അവനോട് പറയുക. അത് പറയുമ്പോൾ അവന്റെ മറുപടി എന്താണ് എന്ന് അറിഞ്ഞിട്ട് നീ എന്നോട് പറയൂ, എന്നിട്ട് നമുക്ക് വേണ്ടതുപോലെ തീരുമാനിക്കാം എന്ന് പറയുന്നു. അപ്രകാരം ശ്രീരാമനിൽ നിന്ന് അനുജ്ഞ കൈക്കൊണ്ട് ലക്ഷ്മണൻ നേരെ സുഗ്രീവ രാജ്യത്തേക്ക് പ്രവേശിച്ചു. ജ്യേഷ്ഠന്റെ കൽപ്പനയനുസരിച്ച് ലക്ഷ്മണൻ അവിടെ എത്തിയപ്പോൾ കിഷ്കിന്ധയും വാനരന്മാരും ഒക്കെ ദഹിച്ചു പോകുന്ന ആ ഒരു രീതിയിൽ അതിയായ ക്രോധത്തോടു കൂടിയിട്ടാണ് ലക്ഷ്മണൻ അവിടെ എത്തിച്ചേർന്നത്. എന്നിട്ട് രാമായണത്തിൽ ശ്രീരാമനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. സർവാന്തര്യാമിയായിട്ടുള്ള സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ സുഖദുഃഖങ്ങളെയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. മാനുഷവേഷം ധരിച്ച് പരാപൻ ആനന്ദമൂർത്തി ജഗന്മയൻ ഈശ്വരൻ അജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ട് വർത്തിച്ചു. ദുഃഖവും സുഖവും സ്വീകരിച്ചിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ രാമൻ ഇവിടെ വസിക്കുന്നു. ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്, ഈ ലോകത്തുള്ള ദുഷ്കൃതങ്ങളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് ശാന്തി കൈവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ദശരഥൻ ചെയ്ത തപോബലം തന്നോട് സിദ്ധീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദശരഥന്റെ തപസ്സിന് സാഫല്യം വരുത്താൻ വേണ്ടിയിട്ടാണ്. പങ്കജ സംഭവൻ ആദികൾക്കുണ്ടായ സങ്കടം തീർത്ത് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ബ്രഹ്മദേവൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാർ ഭൂമി ഭാരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ്. ഇതെല്ലാം കൊണ്ടാണ് ഭഗവാൻ നാരായണൻ മനുഷ്യവേഷം ധരിച്ച് പരാപരൻ ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത്. മോക്ഷം വരുത്തുന്നത് എങ്ങനെ ഞാനെന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. അതായത് ഈ ലോകത്ത് ജനങ്ങൾ മായാന്തകാലത്തിൽപ്പെട്ട് ഉഴലുന്നത് കണ്ട് അവർക്ക് എപ്രകാരത്തിലാണ് ഒരു മോക്ഷമാർഗം നൽകേണ്ടത് എന്ന് നാരായണൻ മഹാവിഷ്ണു ചിന്തിച്ചു. എന്നിട്ട് കൽപ്പിച്ചു, സർവ ജഗന്മയ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കാൻ വേണ്ടിയിട്ട് സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ശ്രീരാമൻ അഥവാ മഹാവിഷ്ണു മോക്ഷമാർഗം തെളിയിക്കാനായിട്ട് പരിപാവനമായ പാപനാശനമായ രാമായണ ചരിത്രത്തെ ലോകത്തിന് പ്രസിദ്ധപ്പെടുത്തി കൊടുക്കാൻ അഥവാ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ട് കാലദേശങ്ങൾക്ക് അനുഗുണമായ വിധത്തിൽ അവതരിച്ചതാണ് ഈ രാമന്റെ അയനമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ലോകത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് ഇവിടെ രാമായണം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ലക്ഷ്മണന്റെ ആ പുറപ്പാടിന്റെ ഭാഗത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് പകർന്നു നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തായാലും അപ്രകാരത്തിൽ ശ്രീരാമന്റെ ആജ്ഞയനുസരിച്ച് ലക്ഷ്മണൻ കിഷ്കിന്ധ നഗരത്തിലേക്ക് എത്തിച്ചേർന്നു. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ച് ലക്ഷ്മണനും ഞാണൊലിയിട്ടു. ലക്ഷ്മണൻ ചെറുതായിട്ടൊന്ന് ഞാണൊലിയിട്ടു. ആ ഞാണൊലിയിട്ട സമയത്ത് ചക്രു കിലുകില ശബ്ദം പരവശാൽ മറക്കടന്മാർ അവനെ കണ്ട് പേടിച്ചിട്ട്, ലക്ഷ്മണനെ കണ്ട് പേടിച്ചിട്ട് കുരങ്ങന്മാരെല്ലാം കിലുകില ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പേടിച്ച് ദൂരേക്ക് ഓടി മാറുന്നു. വപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ച്, എല്ലാവരും കയ്യിൽ കല്ലും മരങ്ങളും ഒക്കെ പിടിച്ചു. പ്രാണരക്ഷാർത്ഥം അവർ അതെല്ലാം എടുത്തുകൊണ്ട് കോട്ടമതിലിന്റെ മുകളിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പേടികൊണ്ട് മലമൂത്ര വിസർജനം പോലും ചെയ്തു. വാനരന്മാരെ കുലത്തോടുകൂടി നിഗ്രഹിക്കണമെന്നുള്ള ഭാവത്തോടുകൂടി ലക്ഷ്മണൻ അമ്പും വില്ലും എടുത്ത് തയ്യാറായി നിന്നു. ഈ വാർത്ത അംഗദൻ അറിഞ്ഞു. അംഗദൻ വേഗത്തിൽ ഓടിയെത്തി വാനരന്മാരെ എല്ലാം ആട്ടിപ്പായിച്ചിട്ട് ഒറ്റയ്ക്ക് ചെന്ന് ലക്ഷ്മണനെ നമസ്കരിച്ച് സ്വീകരിക്കുകയാണ്. ലക്ഷ്മണൻ സന്തുഷ്ടനായിട്ട് അംഗദനെ ആശ്ലേഷിക്കുന്നു. എന്നിട്ട് ലക്ഷ്മണൻ പറയുകയാണ്,
ഗച്ഛ വത്സ ത്വം പിതൃവിനെ കണ്ട് ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്ന്. അതായത്, അല്ലയോ മകനെ, കുഞ്ഞെ, രാമനോട് ഇങ്ങനെ വഞ്ചന ചെയ്തത് അത് ഇളയച്ചന്റെ ആപത്തിനാണ് എന്ന് നീ ഒന്ന് ഇളയച്ചനോട് പറയൂ, നിന്റെ അച്ഛന്റെ അനിയനോട് പറയൂ. രാമനോട് ഇങ്ങനെ വാക്ക് കൊടുത്തത് പാലിക്കാത്തത് നിന്റെ ഇളയച്ചൻ ആപത്ത് സംഭവിക്കുമെന്ന് നീ അദ്ദേഹത്തോട് പറയൂ. ഉപകാരം ചെയ്ത ബന്ധുവിനെ മറന്നാൽ ഉടനെ അനർത്ഥം വന്നു ചേരുമെന്ന് നീ അദ്ദേഹത്തെ അറിയിക്കണം. സുഗ്രീവന്റെ കഥ കഴിക്കണമെന്നാണ് എന്നോട് എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമൻ പറഞ്ഞിട്ടുള്ളത്. ബാലിയുടെ പുറകെ പോകാനാണ് സുഗ്രീവന് ആഗ്രഹമെങ്കിൽ അത് ഇന്ന് തന്നെ സംഭവിക്കുകയും ചെയ്യുമെന്ന് നീ നിന്റെ ഇളയച്ചനോട് പറയൂ എന്ന് പറയുന്നു. ഈ വാർത്ത സുഗ്രീവനെ അറിയിക്കണമെന്ന് ലക്ഷ്മണൻ പറഞ്ഞതനുസരിച്ച് ഭയത്തോടു കൂടിയിട്ട് അംഗദൻ സുഗ്രീവന്റെ രാജധാനിയിലെത്തി. എന്നിട്ട് പറയുന്നു, അല്ലയോ അങ്ങ്, എന്തൊരിപ്പാണിത്? ലക്ഷ്മണൻ ഇതാ ഗോപുരത്തിന്റെ വാതിലിൽ കോപിച്ച് അമ്പും വില്ലും ധരിച്ചുകൊണ്ട് വന്നു നിൽക്കുന്നു. ഇത് കേട്ട് സുഗ്രീവൻ ഭയത്തോടു കൂടി ഹനുമാനെ വിളിച്ച് പറയുന്നു, അല്ലയോ വായുപുത്ര, ഉടനെ അംഗദനോടൊപ്പം ചെന്ന് ലക്ഷ്മണന്റെ കോപം ശമിപ്പിച്ച് സന്തോഷത്തോടുകൂടി ഇങ്ങോട്ട് സമാധാനപ്പെടുത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അംഗദന്റെ കൂടെ ഹനുമാനെയും കൂടി അയക്കുന്നു. എന്നിട്ട് സുഗ്രീവൻ താരയോട് പറയുന്നു, ഹേ സുന്ദരി, നീ പോയി ലക്ഷ്മണനെ കാണണം, സരസമായ വാക്കുകൾ പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തണം. താരാധിപാലനെ പോകണമാശു നീ താരയെ മനോഹരെ. ലക്ഷ്മണൻ തന്നുടെ ചാരത്ത് ചെന്ന് കോപത്തെ ശമിപ്പിക്ക സാരവാക്യങ്ങളാൽ, നിന്റെ മധുരതരമായ വാക്കുകൾ കൊണ്ട് ലക്ഷ്മണന്റെ കോപത്തെ നീ ഇല്ലാതാക്കണം. ഇത് കേട്ട് താര തന്റെ അന്തപുരത്തിന്റെ അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിന്റെ മധ്യഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാൻ. താരാതനയൻ അംഗദനും ഹനുമാനും ശ്രീരാമന്റെ സോദരനായ ലക്ഷ്മണനെ വണങ്ങിക്കൊണ്ട് ഭക്തിയോടുകൂടി കുശല പ്രശ്നങ്ങളും ചെയ്ത് സൗമിത്രിയോട് അഞ്ജനാനന്ദനം ചൊല്ലിനാൻ ലക്ഷ്മണനോട് ഹനുമാൻ സ്വാമി പറയുന്നു, എന്തു പുറത്തു പാകെ നിന്നരുളുവാൻ? എന്താണ് അങ്ങ് പുറത്തു തന്നെ നിൽക്കുന്നത്? അന്തപുരത്തിൽ അമാരെഴുന്നള്ളണം. രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിവോട് കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. ഇവിടെ പ്രഭോ ഇങ്ങനെ വെളിയിൽ നിൽക്കേണ്ട കാര്യമില്ല, അങ്ങേക്ക് അകത്തേക്ക് എഴുന്നള്ളാമല്ലോ. നഗരശോഭയും മറ്റും കണ്ട് ഈ കൊട്ടാരത്തിൽ കടന്ന് രാജാവിനെയും പത്നിയെയും കണ്ട് സുഗ്രീവനെയും കൂട്ടി ശ്രീരാമന്റെ സമീപത്തേക്ക് നമുക്ക് എത്തിയാൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിക്കുമല്ലോ. അങ്ങ് എന്തിനാണ് ഇങ്ങനെ പുറത്തു ഭാഗത്ത് നിൽക്കുന്നത് എന്ന് ഹനുമാൻ സ്വാമി ലക്ഷ്മണനോട് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണന്റെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അകത്ത് കടന്ന ലക്ഷ്മണൻ ഓരോ സൈന്യനാഥന്മാരുടെ മാളികകളും മറ്റുമെല്ലാം കണ്ട് പലതരം അലങ്കാരങ്ങളും കണ്ട് അന്തപുരത്തിന്റെ വാതിൽക്കലെത്തിയപ്പോൾ അവിടെ ലക്ഷ്മി ദേവിയെ പോലെ സുന്ദരിയായ താര ലക്ഷ്മണനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. താര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സ്വാമിൻ, അകത്തേക്ക് എഴുന്നള്ളൂ. ഇത് അങ്ങയുടെ ഭവനം തന്നെയാണ്, ഇത് മറ്റൊരാളുടെ അല്ല, അങ്ങയുടെ ഭവനം തന്നെയാണ്. ഭക്തനായ സുഗ്രീവനോട് അങ്ങ് ഇങ്ങനെ കോപിക്കുന്നത് ശരിയാണോ? അവന് മറ്റാരാണ് ആശ്രയമായിട്ടുള്ളത്? അങ്ങേക്ക് അറിയാവുന്നതല്ലേ വാനരന്മാർ ചപല സ്വഭാവമുള്ളവരാണ് എന്ന് അങ്ങേക്ക് അറിയാവുന്നതല്ലേ? ചാബല്യമേറും ഈ ജാതികൾക്ക് ഓർക്കണം, ചപലതയുള്ളവരാണ് എന്ന് അങ്ങേക്ക് സ്വാഭാവികമായിട്ട് അറിയുന്നതാണല്ലോ. സുഗ്രീവൻ വളരെ കാലമായിട്ട് ദുഃഖം അനുഭവിച്ചിട്ട് ഇപ്പോൾ തന്റെ രാജ്യവും സമ്പത്തും ഭാര്യയും എല്ലാം തിരിച്ചു കിട്ടിയപ്പോൾ അതിൽ അയാൾ മതി മറന്നുപോയതാണ്. അതുകൊണ്ട് അങ്ങ് ഒന്ന് ക്ഷമിച്ചാലും. മാത്രമല്ല, ഇവിടെ നോക്കൂ, ദീപാന്തരങ്ങളിൽ താമസിച്ചിരിക്കുന്ന വാനരന്മാരെ എല്ലാം വരുത്തി കഴിഞ്ഞു. സീതാദേവിയെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് 10 ദിക്കിലുള്ള വാനരന്മാരെല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വാനരന്മാർ ഇവിടെയുണ്ട്. ഈ വാനരന്മാർ രാക്ഷസ വംശത്തെ പാടെ നശിപ്പിക്കാൻ ശക്തരാണ്. അതുകൊണ്ട് അങ്ങ് യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല, കോപിക്കേണ്ടതില്ല. സുഗ്രീവനെ കണ്ട് എല്ലാവരുമായിട്ട് നമുക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക്, ശ്രീരാമന്റെ സന്നിധിയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തുവാൻ സാധിക്കുമെന്ന് താര ഇവിടെ ലക്ഷ്മണനോട് പറയുകയാണ്. താരയുടെ വാക്കുകൾ അനുസരിച്ച് ലക്ഷ്മണൻ നേരെ സുഗ്രീവന്റെ സമീപത്തേക്ക് പോയി സുഗ്രീവനെ കണ്ടു. സുഗ്രീവൻ എന്താണ് ലക്ഷ്മണൻ പറയാൻ പോകുന്നത് എന്ന് ഭയത്തോടുകൂടിയും ലജ്ജയോടുകൂടിയും ഒക്കെ ചിന്തിച്ചിട്ട് താൻ ഇത്രകാലം മറന്നുപോയല്ലോ എന്നെല്ലാമുള്ള ചിന്തയോട് കൂടിയിട്ട് ഭയപ്പാടോട് കൂടിയിട്ട് സുഗ്രീവൻ വേഗത്തിൽ എഴുന്നേറ്റ് ലക്ഷ്മണനെ നമസ്കരിച്ചു. അപ്രകാരം ക്ഷീണിച്ച് എല്ലാവിധത്തിലുള്ള ലഹരിയും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ഭോഗങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് രാമന് കൊടുത്ത വാക്ക് പോലും പാലിക്കാതെയോ അത് ഓർക്കാതെയോ ഇരുന്ന ആ ലക്ഷ്മണൻ സുഗ്രീവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ലക്ഷ്മണൻ പറയുന്നു, ഹേ സുഗ്രീവ, നീ രാമചന്ദ്രനെ മറന്നു കളഞ്ഞതെന്ത്?
പൃഥാരിപുത്രനെ കൊന്ന ശരം ആര്യപുത്രൻ കരസ്ഥിതമെന്നും അറിയുക നീ രഘുത്തമനെ മറന്നതെന്താണ്? ബാലിയെ കൊന്ന ശരം ഇപ്പോഴും ശ്രീരാമന്റെ കയ്യിൽ ഉണ്ട് എന്ന് നീ മറക്കരുത്. അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്ന് നാഥൻ അരുൾ ചെയ്തു. ജ്യേഷ്ഠൻ പോയ വഴിയുടെ അല്ലെങ്കിൽ ആ ജ്യേഷ്ഠൻ പോയ മാർഗത്തിലൂടെ അഥവാ മരണത്തിലേക്ക് സുഗ്രീവന് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്രകാരം സൗമിത്രി പറഞ്ഞത് കേട്ട് ലക്ഷ്മണൻ പറഞ്ഞത് കേട്ടിട്ട് ഹനുമാൻ സ്വാമി തിരിച്ച് ലക്ഷ്മണനോട് പറയുകയാണ്, അല്ലയോ അങ്ങ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണ്? സുഗ്രീവന് ഭഗവാനോടും അങ്ങയോടും അതിയായ ഭക്തിയുണ്ട്. സുഗ്രീവൻ ഒരിക്കലും സത്യം ലംഘിക്കുകയില്ല. രാമകാര്യം സുഗ്രീവൻ മറന്നിട്ടുമില്ല. സീതാന്വേഷണത്തിന് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നാനാ ദിക്കുകളിൽ നിന്നും വാനരന്മാർ സംഘമായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി കാര്യസാധ്യത്തിന് ഒരു തടസ്സവും ഉണ്ടാവുകയുമില്ല. സുഗ്രീവന്റെ സ്വാമിയോടുള്ള ഭക്തിയും കൃത്യനിഷ്ഠയും ഹനുമാൻ ഇപ്രകാരത്തിൽ പറഞ്ഞ് ലക്ഷ്മണനെ ബോധിപ്പിക്കുകയാണ്. ഇവിടെ നോക്കൂ, സുഗ്രീവൻ യഥാർത്ഥത്തിൽ മറന്നുപോയി എന്നുള്ളത് നമുക്ക് എവർക്കും അറിയാം. ഹനുമാൻ സ്വാമിയാണ് സുഗ്രീവനെ പറഞ്ഞ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് ഇവിടെ ലക്ഷ്മണനോട് ഹനുമാൻ സ്വാമി പറയുകയാണ്, വേണ്ട വിധത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും സുഗ്രീവൻ മുൻപേ തന്നെ ചെയ്തിട്ടുണ്ട്. സുഗ്രീവന് രാമനോടുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു അകൽച്ചയുമില്ല, മറന്നുപോയിട്ടില്ല എന്നൊക്കെ പറയുന്നു. ഇവിടെ ഹനുമാൻ സ്വാമിയുടെ ആ ഒരു സ്വഭാവം, സവിശേഷത, മഹിമ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മളായിരുന്നു ആ ഒരു സാഹചര്യത്തിലെങ്കിൽ നമ്മൾ പറയുക എങ്ങനെയാ ലക്ഷ്മണനോട്, സുഗ്രീവൻ മറന്നുപോയതായിരുന്നു, ഞാൻ ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് അതിന്റെ ഗുണാംശത്തെ എത്തിക്കാൻ വേണ്ടിയിട്ട് അഥവാ നമ്മൾ എന്തോ വലിയ കാര്യം ചെയ്തതായിട്ട് കാണിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അവിടെയാണ് ഹനുമാൻ സ്വാമി ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് ഒന്നും തനിക്ക് വേണ്ടതല്ല, ഈ പ്രകൃതിയിൽ നടക്കട്ടെ എന്നുള്ള ധാർമ്മികമായിട്ട് ചിന്തിക്കുന്ന ആ സ്വഭാവത്തെ നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും അപ്രകാരം സുഗ്രീവൻ രാമനെ മറന്നിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് കൃത്യനിശ്ചയമെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ ലക്ഷ്മണൻ അല്പം ഒന്ന് തണുക്കുന്നു. ലക്ഷ്മണൻ ലജ്ജിതനാവുന്നു. കാരണം എല്ലാ കാര്യങ്ങളും ഇവിടെ തയ്യാറാക്കി വെച്ച സുഗ്രീവനെയാണല്ലോ താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് ലക്ഷ്മണൻ സുഗ്രീവനെ ചേർത്ത് പിടിക്കുന്നു. സുഗ്രീവൻ അർഘ്യപാധ്യാദികൾ കൊണ്ട് ലക്ഷ്മണനെ പൂജിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വാമിൻ, ഞാൻ ശ്രീരാമചന്ദ്രന്റെ ദാസനാണ്. അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. അദ്ദേഹത്തിന് അരനിമിഷം കൊണ്ട് വേണമെങ്കിൽ ഈ 3 ലോകത്തെയും ജയിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. അദ്ദേഹം സാക്ഷാൽ നാരായണനാണ്. എന്നിട്ടും ഞങ്ങളെ അദ്ദേഹം കിങ്കരന്മാരെ പോലെ സിദ്ധാന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള അവസരം ഞങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മഹാഭാഗ്യമാണ് എന്ന് സുഗ്രീവൻ പറയുന്നു. അപ്രകാരം സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ പറഞ്ഞു, അല്ലയോ സുഗ്രീവ, ഞാൻ എൻ്റെ ദുഃഖം കൊണ്ട് എന്തെങ്കിലും പരുഷ വാക്കുകൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിച്ചാലും നമുക്ക് താമസിയാതെ വനത്തിലേക്ക് പോകാം, ശ്രീരാമനെ കാണുവാൻ പോവാം, അദ്ദേഹം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്രകാരം പറഞ്ഞുകൊണ്ട് അവർ ശ്രീരാമന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ല എന്ന് സുഗ്രീവൻ പറഞ്ഞിട്ട് അവരെല്ലാവരും ചേർന്ന് ശ്രീരാമന്റെ സമീപത്തേക്ക് പോകുന്നു. രാമൻ തിരുവടിയെ ചെന്ന് കാണുന്നതിന് ആമോദമോട് നടന്നു കപിവരൻ. ശ്രീരാമനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് യാത്ര തിരിക്കുന്നു. വീരനായ ഒരു സൗമിത്രിയോടും തഥാ ശ്രീരാമ പാതാരവിന്ദാദിയെ വീണ് പൂരിച്ച ഭക്തിയാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമന്റെ മുമ്പിലെത്തിയിട്ട് സുഗ്രീവൻ അതിയായ ഭക്തിയോടുകൂടിയിട്ട് ശ്രീരാമന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ശ്രീരാമൻ സുഗ്രീവനെ സന്തോഷത്തോടുകൂടി കാരുണ്യത്തോടുകൂടി ചേർത്ത് പിടിച്ച് ഗാഠം പുണർന്നുകൊണ്ട് സൗഖ്യമല്ലീ ഭവാന്, അങ്ങേക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ആതിഥ്യമായിട്ടുള്ള പൂജയൊക്കെ ചെയ്ത് സുഗ്രീവനെ അവിടെ ഇരുത്തുന്നു. അതിനുശേഷം അവർ തമ്മിൽ ചർച്ച നടക്കുകയാണ്. സുഗ്രീവൻ ശ്രീരാമനോട് പറയുന്നു, വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്ന് തൃക്കൺ പാർത്തരുളേണ മാതരാൽ. ഈ വന്നു നിൽക്കുന്ന കപികുലത്തെ അങ്ങ് ഒന്ന് നോക്കി അനുഗ്രഹിക്കണം. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരരി കാണായതൊക്കവേ അങ്ങയോട് അല്ലെങ്കിൽ അങ്ങേക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ കീഴിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേല ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള മർക്കട വീരന്മാരാണ് ഈ കാണുന്നവരൊക്കെ. നാനാകുലാചല സംഭവന്മാർ, നാനാ കുലത്തിലും നാനാ പർവ്വതങ്ങളിലും വിവിധ കുലങ്ങളിലും വിവിധ പർവ്വതങ്ങളിലും വസിക്കുന്നവരാണിവർ. നാനാ സരിദ്വീപ ശൈലനിവാസികൾ, നാനാ ജലങ്ങളിൽ അഥവാ നാനാ ദ്വീപുകളിൽ വസിക്കുന്ന ആളുകളാണിവർ. അങ്ങയുടെ സേവനത്തിന് വേണ്ടി വന്നവരാണ്. ദേവാംശ സംഭവന്മാരായിട്ടുള്ള ഇവർ രാക്ഷസവധത്തിന് ഇവർക്ക് പ്രത്യേക ശക്തിയുണ്ട്. വിവിധ കുലങ്ങളിലും നദീതീരങ്ങളിലും വിവിധ പർവ്വതങ്ങളിലും ദ്വീപുകളിലും ഒക്കെ ജനിച്ചിട്ടുള്ള ആളുകളാണ് ഇവർ. ഇവർ അത്യന്തം വീരപരാക്രമണരാണ്. അതിൽ ഗജബലന്മാരുണ്ട്, ഒരു ആനയുടെ ശക്തിയുള്ള ആളുകളുണ്ട്. 10 ഗജ ശക്തിയുള്ളവരുണ്ട്, 10 ആനയുടെ ശക്തിയുള്ളവരുണ്ട്.
അതുപോലെ അമിത പരാക്രമമുള്ളവരുണ്ട്, മൃഗേന്ദ്ര സമന്മാരുണ്ട്, സിംഹത്തിന്റെ പരാക്രമമുള്ള ആളുകളുണ്ട്. മാത്രമല്ല ഇന്ദ്രനീല കല്ല് പോലെ കറുത്തിട്ടുള്ളവരും സുവർണ നിറമുള്ളവരും സ്ഫടികം പോലെ വെളുത്തവരുമുണ്ട്. ദീർഘവാലന്മാർ, വാലിന് നീളം കൂടിയവരുണ്ട്, ചുവന്ന കണ്ണുള്ളവരുണ്ട്. ഇങ്ങനെ പല പല തരത്തിലും നിറത്തിലുമുള്ള, പല പല സ്വഭാവത്തിലും, പല പല പരാക്രമത്തിലും, പല പല ഗുണങ്ങളിലുമുള്ള ഈ വാനരന്മാരെല്ലാവരും തന്നെ യുദ്ധ വൈദഗ്ധ്യമേറിയവരാണ്. ഭഗവത് ഭക്തിയും ശീലഗുണവും ഇവർക്ക് ധാരാളമുണ്ട്. ഭഗവാനോടുള്ള ഭക്തിയും നല്ല ശീലങ്ങളും ധാരാളം ഇവർക്കുണ്ട്. ഇനി ഇവരുടെ എല്ലാം സേനാനായകന്മാരെ പരിചയപ്പെടാം. ബ്രഹ്മപുത്രനായ ജാംബവാനാണ് ഈ നിൽക്കുന്നത്. 1 കോടി വാനരന്മാർക്ക് നായകനും മഹാബുദ്ധിശാലിയും ശിവാംശ സംഭവനുമായ വായുപുത്രനാണ് നിൽക്കുന്നത്. ഹനുമാൻ എന്നാണ് പേര്. അവൻ എൻ്റെ പ്രധാനമന്ത്രിയാണ്. കൂടാതെ നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, മൈന്ദൻ, വിവിധൻ, നളൻ, അംഗദൻ തുടങ്ങി അസംഖ്യം സേനാനായകന്മാര് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ തന്നെ പ്രയാസമുണ്ട്. എന്താണ് വേണ്ടത് എന്ന് അല്ലയോ ഭഗവാനെ അങ്ങ് ഇവരോട് ആജ്ഞാപിച്ചാലും അവർ അതുടൻ തന്നെ നടത്തി തരുന്നതാണ് എന്ന് സുഗ്രീവൻ തൻ്റെ സൈന്യത്തെ രാമന് മുമ്പിൽ നിരത്തിയിട്ട് പറയുകയാണ്. സുഗ്രീവന്റെ വാക്യമെല്ലാം കേട്ടപ്പോൾ സുഗ്രീവ വാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ച് ആലിംഗനം ചെയ്തു. സുഗ്രീവനെ ചേർത്ത് ആലിംഗനം ചെയ്തു. സന്തോഷപൂർണാശ്രു നേത്രാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തു സാദരം. സന്തോഷത്തോടുകൂടി സുഗ്രീവനെ ചേർത്ത് പിടിച്ചിട്ട് സന്തോഷാശ്രുക്കൾ കണ്ണിലൂടെ ധാരധാരയായി ഒഴുകി വന്നുകൊണ്ട് പറയുകയാണ്, മൽക്കാര്യ ഗൗരവം നിങ്കലും നിർണയമുൾക്കാമ്പിൽ ഓർത്തു കർത്തവ്യം കുരുഷ്വനീ. എന്റെ കാര്യം, അല്ലയോ സുഗ്രീവ, എന്റെ കാര്യം സാധിച്ചു തരുന്ന ഭാരമെല്ലാം നിന്നിൽ നിക്ഷിപ്തമാണ്. നല്ലതുപോലെ ചിന്തിച്ച് വേണ്ടത് ചെയ്യുക. സീതയെ അന്വേഷിക്കാൻ നാനാ ദിക്കിലേക്കും വാനരന്മാരെ നിയോഗിക്കുക. അല്ലയോ സുഗ്രീവ, എന്റെ കാര്യം നടത്തി തരാൻ വേണ്ടിയിട്ടുള്ള ഭാരം നിന്റെ ചുമലിലാണ്. നീ അത് കൃത്യമായിട്ട് നടത്തുമെന്ന് എനിക്കറിയാം. ഞാനായിട്ട് ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ അതീവ ദുഃഖത്തോടു കൂടി ഇരിക്കുകയാണ്. എനിക്കൊന്നും തന്നെ കൽപ്പിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് നാനാദിക്കിലേക്കും നിന്റെ വാനര സൈന്യത്തെ അയച്ചിട്ട് സീതാദേവിയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് എന്താണോ വേണ്ടത് എന്ന് നീ തന്നെ ആലോചിച്ച് തീരുമാനിച്ചാലും. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവൻ വാനരന്മാരെ വിളിച്ചിട്ട് അവരോട് കൽപ്പിക്കുകയാണ്, ഹേ കവിവീരന്മാരെ, നിങ്ങൾ അവരവരുടെ പടനായകന്മാരോട് കൂടിയിട്ട് 100,000 പേർ വീതം ഓരോ ദിക്കിലേക്കും, ഓരോ ലക്ഷം ആളുകൾ വീതം ഓരോ ദിക്കിലേക്കും സിദ്ധാന്വേഷണത്തിന് വേണ്ടി പോകണം. അതിൽ വിശേഷിച്ചും തെക്കേ ദിക്കിലേക്ക് പോകുന്ന പടയിൽ അംഗദൻ, ജാംബവാൻ, മൈന്ദൻ, നളൻ, സുഷേണൻ, ഹനുമാൻ തുടങ്ങിയിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള പലരും തെക്കേ ദിക്കിലേക്ക് പോകണം. കാരണം നമുക്ക് കിട്ടിയ നിർദ്ദേശം, നമുക്ക് കിട്ടിയ അറിവനുസരിച്ച് തെക്ക് ദിക്കിലേക്കാണ് രാവണൻ സീതയെ കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് ഏറ്റവും വീരന്മാർ തന്നെ പോകേണ്ടതുണ്ട്. 30 ദിവസത്തിനകം അവരെല്ലാവരും അന്വേഷിച്ച് സീതാദേവിയുടെ വിവരവുമായിട്ട് ഇവിടെ എത്തണം. ദേവിയെ കാണാതെ 30 ദിവസം കഴിഞ്ഞ് വരുന്നവരെ നിഗ്രഹിക്കുന്നതാണ് എന്ന് പരമശിവനെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. അപ്രകാരം എല്ലാ ദിക്കിലേക്കും 4 ദിക്കിലേക്കും വാനരന്മാരെ സുഗ്രീവൻ നിയോഗിച്ചു. ആ സമയത്ത് ഭാഗവതോത്തനായ സുഗ്രീവൻ അവരെല്ലാവരെയും നിയോഗിച്ചതിന് ശേഷം ശ്രീരാമന്റെ സമീപത്ത് വന്നിരുന്നു. അപ്രകാരം വാനരന്മാർ സീതാന്വേഷണത്തിന് വേണ്ടി പുറപ്പെട്ട സമയത്ത് ഹനുമാൻ സ്വാമി ശ്രീരാമന്റെ അടുത്തു ചെന്ന് അനുവാദം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് തൊഴുതു നിന്നു. അപ്പോൾ ഭഗവാൻ അവനെ അരികിലേക്ക് വിളിച്ചിട്ട് തന്റെ വിരലിൽ കിടന്ന മോതിരമൂരി ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഹനുമാൻ സ്വാമിയോട് പറയുന്നു, ഹേ വായുപുത്ര, എൻ്റെ പേര് കൊത്തിയിട്ടുള്ള ഈ മോതിരം നീ സീതയ്ക്ക് നിന്നിൽ വിശ്വാസം വരുന്നതിന് വേണ്ടിയിട്ട് നൽകണം. എൻ്റെ കാര്യം നിറവേറ്റുവാൻ വേണ്ടിയിട്ട് നിന്നെ അല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരടയാളവാക്കും ഹനുമാൻ സ്വാമിയോട് ശ്രീരാമൻ പറഞ്ഞു. എന്നിട്ട് പോയി വരിക എന്ന് അനുഗ്രഹിച്ചു. സീതാദേവിയെ അപഹരിച്ച രാവണന്റെ വാസസ്ഥലമായ ദക്ഷിണ ദിക്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് 1,00,000 വാനരന്മാരും ജാംബവാൻ മുതലായ പടനായകന്മാരും അവിടെ നിന്ന് പുറപ്പെട്ടു. ഓരോരോ പർവ്വതങ്ങളിലും പട്ടണങ്ങളിലും മറ്റും അന്വേഷിച്ച് അവർ ഒരു കാട്ടിൽ, വിന്ധ്യപർവ്വതത്തിന്റെ കൊടുങ്കാട്ടിൽ എത്തിച്ചേർന്നു. അവിടെ ഘോരമൃഗങ്ങളെ പിടിച്ചു നിന്നുകൊണ്ട് നടക്കുന്ന ഒരു രാക്ഷസനെ കണ്ടു. അത് രാവണനായിരിക്കും എന്ന് കരുതിയിട്ട് അവർ ആ രാക്ഷസനെ വധിച്ചു. വധിച്ചപ്പോൾ അവർക്ക് ബോധ്യമായി അത് രാവണനല്ല എന്ന്. അതുകൊണ്ട് അവർ വീണ്ടും അന്വേഷണം പുനരാരംഭിച്ചു. വീണ്ടും വനത്തിലൂടെ സീതാന്വേഷണവുമായിട്ട് ആ വാനര സൈന്യം മുന്നോട്ട് നീങ്ങുകയാണ്. ഇത്രയുമാണ് നാം ഇന്ന് ചിന്തിക്കുന്ന പാഠ്യഭാഗം. ഇതിൽ
പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ച ക്രിയാമാർഗോപദേശം. ഭഗവാനെ പൂജിക്കേണ്ട വിധി എങ്ങനെയാണ് എന്ന് ലക്ഷ്മണൻ ശ്രീരാമനോട് ചോദിച്ച സമയത്ത് എപ്രകാരമാണ് ഭഗവാനെ പൂജിക്കേണ്ടത് എന്നുള്ള വലിയൊരു ഉപദേശമാണ് ക്രിയാമാർഗോപദേശത്തിലൂടെ ശ്രീരാമൻ ലക്ഷ്മണനിലൂടെ നമുക്ക് നൽകുന്നത്. ഈ പ്രകൃതിയിൽ വ്യാപിച്ചു നിൽക്കുന്ന മഹത്തരമായിട്ടുള്ള ചൈതന്യമാണ് ശ്രീരാമനെന്നും ആ ചൈതന്യത്തെ നമ്മളിലേക്ക് അഥവാ പൂജകനിലേക്ക് സാധകനിലേക്ക് ആവാഹിക്കണമെന്നും ആ ചൈതന്യം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നും ബോധ്യപ്പെട്ടതിന് ശേഷം ആ ചൈതന്യത്തെ മുമ്പിലുള്ള പ്രതിമയിലേക്ക്, വിഗ്രഹത്തിലേക്ക്, പൂജാവിധാനത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അതിലാണ് അർച്ചനം ചെയ്യേണ്ടത്, പൂജ ചെയ്യേണ്ടത് എന്ന് ശ്രീരാമൻ പറയുന്നു. ഇത് മാത്രവുമല്ല, എവിടെയാണോ പൂജ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. മനസ്സിലാണെങ്കിൽ അങ്ങനെ, ഇനിയല്ല അഗ്നിയിലാണെങ്കിൽ അങ്ങനെ, ജലത്തിലാണെങ്കിൽ അങ്ങനെ, ഭൂമിയിലാണെങ്കിൽ അങ്ങനെ, ഇനി സൂര്യനെയാണ് പൂജിക്കുന്നതെങ്കിൽ മെഴുകിയ തറയിൽ പൂജിക്കേണ്ടതുണ്ട്. അതല്ല അഗ്നിയെയാണ് പൂജിക്കേണ്ടതെങ്കിൽ ഒരു ഹോമകുണ്ടത്തിൽ ആ അഗ്നിയാണ് പൂജിക്കേണ്ടതെങ്കിൽ ഹവിസ് കൊണ്ട് അതിനെ പൂജിക്കേണ്ടതുണ്ട്. ഇപ്രകാരത്തിലെല്ലാം പൂജാവിധിയെക്കുറിച്ച് പറയുമ്പോൾ പൂജാ തന്ത്രവിധാനം അനുസരിച്ചുള്ള വിധികൾ, തത്വന്യാസം, ലിപിന്യാസം, മൂർത്തിവഞ്ചനം തുടങ്ങിയിട്ടുള്ള തന്ത്രവിധാനങ്ങളൊക്കെ ഏത് രീതിയിൽ നിർവഹിക്കണമെന്ന് ശ്രീരാമൻ സൂചിപ്പിക്കുന്നു. ഏതെല്ലാം വസ്തുക്കൾ ഒരുക്കി വെക്കണം, വാമഭാഗത്ത് ഇടത് ഭാഗത്ത് കലശം വെക്കണം, വലതു ഭാഗത്ത് പൂജാദ്രവ്യങ്ങൾ ഒരുക്കി വെക്കണം, അക്ഷതം ഒരുക്കി വെക്കണം, പാത്ര ചതുഷ്ടയം വെക്കണം തുടങ്ങി എന്തെല്ലാമാണോ പൂജാവിധാനത്തിന് വേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്നു. പിന്നീട് അഗസ്ത്യൻ നിർമ്മിച്ചതനുസരിച്ചുള്ള, അഗസ്ത്യന്റെ നിർദ്ദേശമനുസരിച്ചുള്ള ഹോമകുണ്ടം തീർത്ത് ഹോമം നടത്തണം. ആ ഹോമവിധി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അഗ്നിയിൽ ഹവിസ് അർപ്പിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ ഹോമകുണ്ടത്തിന്റെ മധ്യഭാഗത്ത് സ്വർണം, പഴുത്തു നിൽക്കുന്ന ഒരു സ്വർണം അഥവാ ചുട്ട് പഴുത്തു നിൽക്കുന്ന സ്വർണം എപ്രകാരമാണോ ജ്വലിച്ചു നിൽക്കുന്നത്, അതേ പ്രകാരത്തിൽ ഹോമകുണ്ടത്തിന്റെ മധ്യഭാഗത്ത് എന്നെ കണ്ടുകൊണ്ട് ധ്യാനിക്കണം എന്ന് ഹോമവിധിയും ശ്രീരാമൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നു. അപ്രകാരം പൂജാവിധികളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ശ്രീരാമൻ വീണ്ടും തൻ്റെ സീതാദേവിയെ, തൻ്റെ ഭാര്യയെ ഓർത്തുകൊണ്ട് ദുഃഖിക്കുകയാണ്. എന്നിട്ട് ആ സമയത്താണ് കിഷ്കിന്ധയിൽ ഹനുമാൻ സ്വാമി സുഗ്രീവനെ ഉപദേശിക്കുന്നത്. നിന്റെ കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു, നീയോ രാമന്റെ കാര്യം മറന്നുപോയിട്ടുണ്ട് എന്ന് രാജാവായ സുഗ്രീവനോട് മന്ത്രിയായ ഹനുമാൻ സ്വാമി പറയുകയാണ്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാജാവായിരുന്നിട്ട് പോലും തെറ്റ് കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും എന്നാൽ അത് സുഗ്രീവൻ തൻ്റെ തെറ്റ് തിരുത്താനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സ്വീകരിക്കുകയും ചെയ്ത വലിയൊരു സന്ദേശം. അത് നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഒന്ന് തന്നെയാണ്. എത്ര ചെറിയവരാണെങ്കിലും, നമ്മുടെ സ്ഥാനത്തിനേക്കാൾ താഴ്ന്നവരാണെങ്കിലും, പ്രായത്തിനേക്കാൾ താഴ്ന്നവരാണെങ്കിലും, ഏത് വിധിയിലുള്ള ആളുകളാണെങ്കിലും അവർ പറഞ്ഞു തരുന്ന കാര്യം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എങ്കിൽ അതിനെ ഉൾക്കൊള്ളണമെന്നുള്ള വലിയൊരു പാഠമാണ് ആ പാഠ്യഭാഗത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അവിടെ പറയുന്നു, പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പ്രത്യുപകാരം ചെയ്യാൻ കഴിയാത്ത അഥവാ പ്രത്യുപകാരം ചെയ്യാൻ മറന്നു പോകുന്ന മനുഷ്യൻ മരിച്ചതിന് തുല്യമാണ് എന്ന് പോലും അവിടെ ഉപദേശിക്കുന്ന ഭാഗം നമ്മൾ കണ്ടു. അതുകൊണ്ട് അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ വലിയൊരു പാഠമായിട്ട് തന്നെ മനസ്സിലാക്കുക, പ്രത്യുപകാരത്തിൻ്റെ മഹിമയെ മനസ്സിലാക്കുക. അതുമാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര ചെറിയ ആളാണെങ്കിലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന ഒരു വിഷയത്തെ അതിനെ സ്വീകരിക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന വലിയൊരു സന്ദേശം. അപ്രകാരം സുഗ്രീവൻ ഹനുമാൻ സ്വാമിയുടെ നിർദ്ദേശമനുസരിച്ച് നാനാദിക്കിലേക്കും വാനരന്മാരെ വരുത്തുവാൻ വേണ്ടി ആളയച്ചു. ആ സമയത്ത് ശ്രീരാമൻ പർവ്വത മുകളിൽ നിന്നുകൊണ്ട് ലക്ഷ്മണനോട് പറയുന്നു, സുഗ്രീവൻ എന്നെ മറന്നു, നമ്മളോട് പറഞ്ഞ വാക്ക് മറന്നു എന്നെല്ലാം പറയുകയും സുഗ്രീവനെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ലക്ഷ്മണനെ പറഞ്ഞയക്കുകയും ചെയ്യുന്നു. അപ്രകാരം ലക്ഷ്മണൻ കിഷ്കിന്ധ രാജദ്വാരിയിൽ എത്തുന്ന സമയത്ത് ഹനുമാൻ സ്വാമിയും അംഗദനും കൂടെ ലക്ഷ്മണനെ സ്വീകരിക്കുകയും കൊട്ടാരത്തിനകത്തേക്ക് എഴുന്നള്ളിക്കുകയും അവിടെ താര മനോഹരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ലക്ഷ്മണന്റെ കോപത്തെ ശമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ സമയത്ത് സുഗ്രീവനെ ലക്ഷ്മണൻ കാണുമ്പോൾ സുഗ്രീവനോട് ലക്ഷ്മണൻ നിന്നെ വധിക്കാനാണ് ജ്യേഷ്ഠൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹനുമാൻ സ്വാമി പറയുന്നൊരു വാക്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഹനുമാൻ സ്വാമി പറയുന്നു, ശ്രീരാമനെ സുഗ്രീവൻ മറന്നിട്ടില്ല. സുഗ്രീവന് ശ്രീരാമനെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് കണ്ടില്ലേ എത്ര ലക്ഷം കുരങ്ങന്മാരാണ്, എത്ര ലക്ഷം വാനരന്മാരാണ്, കവിവീരന്മാരാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് അങ്ങ് കാണുന്നില്ലേ? ഇവരെയൊക്കെ സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരിച്ചതാണ്, വരുത്തിയതാണ്, ഇവരെയൊക്കെ ആളയിച്ച് വരുത്തിയതാണ്. അപ്പോൾ സുഗ്രീവൻ ഇതൊന്നും മറന്നിട്ടില്ല. സുഗ്രീവന് ശ്രീരാമനോട് അങ്ങേയറ്റം ഭക്തിയുണ്ട് എന്നെല്ലാം പറയുന്നു. ഇത് കേട്ടിട്ട് ലക്ഷ്മണൻ ആകെ ലജ്ജിതനാവുന്നു. കാരണം താൻ സുഗ്രീവനെ കുറിച്ച് വിചാരിച്ചതല്ല ശരി എന്ന തോന്നൽ ഇവിടെ ലക്ഷ്മണൻ ഉണ്ടാവുകയാണ്.
യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഹനുമാൻ സ്വാമിയാണ് സുഗ്രീവനോട് ഇത് ഓർമ്മിപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുഗ്രീവൻ കുരങ്ങന്മാരെ, വാനരന്മാരെ, കപിവീരന്മാരെ എത്തിച്ചത്. എന്നാൽ അത് ഹനുമാൻ സ്വാമിയുടെ ലക്ഷ്മണനോട് പറയുന്നത് സുഗ്രീവൻ ഇതൊന്നും മറന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവനെ ശ്രേഷ്ഠനാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സുഗ്രീവൻ ശ്രേഷ്ഠനാണ് എന്ന് ലക്ഷ്മണന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ ഒരു സ്വഭാവവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനുഷ്യ ജന്മത്തിലേക്കുള്ള വലിയൊരു സന്ദേശമാണ് എന്ന് മനസ്സിലാക്കുക. അവിടെ അവർ സംവാദം നടന്നതിന് ശേഷം സുഗ്രീവാദികൾ വാനരന്മാരോട് ചേർന്ന് ശ്രീരാമനെ കാണുന്നതായിട്ട് പോകുന്നു. ശ്രീരാമനെ കാണുന്ന സമയത്ത് ശ്രീരാമൻ സന്തോഷത്തോടു കൂടിയിട്ട് സൗഖ്യമല്ലി ഭവാന് എന്ന് ചോദിച്ചുകൊണ്ട് അവർ പരസ്പരം ആശ്ലേഷത്തോടു കൂടിയിട്ട് പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ചർച്ച ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുഗ്രീവൻ 4 ദിക്കെങ്കിലേക്കും ലക്ഷം കപിവീരന്മാരെ പറഞ്ഞയക്കുകയാണ്. അതിൽ തന്നെ തെക്കേ ദിക്കിലാണ് രാവണൻ സീതാദേവിയെ കൊണ്ടുപോയിരിക്കുന്നത് തെക്ക് ഭാഗത്തേക്കാണ് എന്നതുകൊണ്ട് തെക്കേ ദിക്കിലേക്ക് ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള യുദ്ധവൈദഗ്ധ്യമേറിയിട്ടുള്ള ആളുകളെ പറഞ്ഞയക്കുകയാണ്. അതിലാണ് ഹനുമാൻ, ജാംബവാൻ, അങ്കദൻ, നളൻ തുടങ്ങിയ ആളുകളൊക്കെ ആ കൂട്ടത്തിലാണുള്ളത്. അങ്ങനെ അവർ പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ശ്രീരാമസ്വാമി ആഞ്ജനേയനെ അടുത്തേക്ക് വിളിച്ചിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൻ്റെ പേര് കുത്തിയിരിക്കുന്ന മോതിരമൂരിയിട്ട് ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഹനുമാൻ സ്വാമിയോട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യണം, നീ സീതാദേവിക്ക് വിശ്വാസം വരുന്നതിന് വേണ്ടിയിട്ട് ഈ മോതിരത്തെ സീതാദേവിക്ക് നൽകണം. മാത്രമല്ല ഒരു അടയാളവാക്യം കൂടി നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളവാക്യം ശ്രീരാമൻ ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ കാര്യം നിവർത്തി തരുന്നതിന് വേണ്ടിയിട്ട് നീ തന്നെയാണ് ശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്നൊരു വാക്കുകൂടി ശ്രീരാമൻ ഹനുമാൻ സ്വാമിയോട് പറയുന്നു. അപ്രകാരം ഹനുമാൻ സ്വാമി ഇതെല്ലാം ഗ്രഹിച്ച് മോതിരം സ്വീകരിച്ച് ശ്രീരാമനെ നമസ്കരിച്ച് അവിടെ നിന്നും പോകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശ്രീരാമൻ കൈ ഉയർത്തി പോയി വരൂ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്രകാരം സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് ഈ വാനര സൈന്യം 4 ദിക്കെങ്കിലേക്കും പുറപ്പെട്ടു. അതിൽ തന്നെ ദക്ഷിണ ദിക്കിനെ നോക്കി പുറപ്പെട്ട സൈന്യം ജാംബവാൻ മുതലായിട്ടുള്ള പടനായകന്മാരാണ്. അവരെല്ലാവരും ഓരോരോ പർവ്വതങ്ങളിലും അതുപോലെ വിവിധ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ സീതാദേവിയെ അന്വേഷിച്ച് യാത്ര തിരിച്ചു. അപ്രകാരം അവർ വിന്ധ്യപർവ്വതത്തിന്റെ സമീപത്ത് കൊടുങ്കാട്ടിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഒരു ഘോരരാക്ഷസൻ വന്യമൃഗങ്ങളെയും ഘോരമൃഗങ്ങളെയും എല്ലാം പിടിച്ചു തിന്ന് നടക്കുന്നത് കണ്ടു. അത് രാവണനായിരിക്കുമെന്ന് ധരിച്ചുകൊണ്ട് അവർ ആ രാക്ഷസനെ നിഷ്പ്രയാസം വധിച്ചു. അപ്പോൾ അവർക്ക് അത് രാവണനല്ല എന്ന് ബോധ്യമായി. അതുകൊണ്ട് അവർ വീണ്ടും അന്വേഷണം വിന്ധ്യപർവ്വതത്തിന്റെ കൊടുങ്കാട്ടിലേക്ക് അവരുടെ അന്വേഷണം തുടരുകയാണ്. ഇത്രയും ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ശ്രീരാമന്റെ സങ്കല്പം കൊണ്ട്, ശ്രീരാമന്റെ അനുഗ്രഹം കൊണ്ട് സീതാദേവിയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട ആ വാനര സൈന്യത്തിന്റെ അവരെ ഓരോരുത്തരുടെയും മനസ്സിൽ എപ്രകാരമാണോ ശ്രീരാമ സ്മൃതി നിലനിൽക്കുന്നത്, അതേ പ്രകാരത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ശ്രീരാമ സ്മൃതി നിറയട്ടെ. സീതാന്വേഷണത്തിന് വേണ്ടി പോകുന്ന വാനരന്മാരെ പോലെ നമ്മുടെ മനസ്സും സീതാദേവിയെ അന്വേഷിക്കുന്ന അഥവാ ആദിപരാശക്തിയായ ആ മായാഭഗവതിയെ പ്രാപിക്കുന്നതിനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അതിന് ഗുരുപരമ്പര നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇന്നത്തെ പാഠ്യഭാഗം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കാം. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനുജായ സർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കീ ജയ.